നമ്മുടെ മനോരമ ചാനലിൽ ഒരു പ്രോഗ്രാം നടത്തി. അതിനകത്ത് ഈ പണ്ട് ഈ കേരള ഗവൺമെന്റിന്റെ ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ച് സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ വിന്നേഴ്സ് അവരൊക്കെ വീടുകളിൽ പോയിട്ട് അവരൊക്കെ ഒരു ഇന്റർവ്യൂ നടത്തി. പക്ഷെ അതിലെ ന്യൂസ് ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഒരു 95% ആൾക്കാരും ഇന്ന് ആ പഴയ ക്യാഷ് മുഴുവൻ നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി പോയി. എന്താണ് അതിന് കാരണം? കാരണം അവർക്ക് ആ ക്യാഷിന്റെ കൃത്യമായിട്ടുള്ള വാല്യൂ അറിയില്ല. അവരതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോ ചെയ്ത് വന്നതുമല്ല, അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും അറിയില്ല. അതുകൊണ്ടാണ് അവരുടെ ഈ ക്യാഷ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം. ഇത് ബിസിനസ്സിനും ബാധകമാണ്, കമ്പനികൾക്കും ബാധകമാണ്. നിങ്ങൾ എന്താണ് പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് ആണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണോ പ്രതീക്ഷിക്കുന്നത്? ഇതിനാവശ്യമായിട്ടൊരു 3 ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോണേ. സസ്റ്റൈനബിൾ ഗ്രോത്ത് വിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും വിൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചില കമ്പനികൾക്കൊക്കെ ചില ഡീലുകളൊക്കെ കിട്ടും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ആ പെട്ടെന്ന് കുറച്ച് എമൗണ്ട് ഒക്കെ വരെ കയ്യിലേക്ക് വരാം. പക്ഷേ അത് അതേപോലെ തന്നെ പോകുന്നതും കാണാൻ വേണ്ടി പറ്റും. കാരണം അവർക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാറില്ല. അതിൻ്റെ കാരണം അവർ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഗ്രോത്ത് അല്ല അവർ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അവർ വന്നത് എന്നുള്ളതാണ് കാരണം. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റെബിലിറ്റി ഓവർ സ്പീഡ്. അതായത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു വാഴ നിൽക്കുന്നുണ്ട്, ഒരു ചെടി നിൽക്കുന്നുണ്ട്, കുറ്റിച്ചെടി നിൽക്കുന്നുണ്ട്. ഈ വാഴ ഈ കുറ്റിച്ചെടിയേക്കാളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് വളർന്നു വരും അല്ലേ? കുറ്റിച്ചെടി വളരെ സ്ലോയിലൊക്കെ വളരുള്ളൂ. പക്ഷെ നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക, അവിടെ വാഴ ചിലപ്പോൾ മറിഞ്ഞു വീഴും, പക്ഷെ കുറ്റിച്ചെടി മറിഞ്ഞു വീഴില്ല. കാരണം അതിന്റെ വേരുകൾ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഏതൊരു പ്രതിസന്ധിയിലും തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി പെട്ടെന്ന് ഗ്രോ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നിർബന്ധമായിട്ടും വേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, ലേൺ ഫ്രം എവറി ഫെയിലിയർ. നമുക്ക് ലൈഫിലും അതുപോലെ തന്നെ ബിസിനസ്സിലും ഒക്കെ പരാജയങ്ങൾ ഉണ്ടാവും. പക്ഷെ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഈ പരാജയങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കൂടി നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഇന്നത്തെ 3 പോയിന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബിസിനസ് ഫ്രണ്ട്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.